ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തിരുമല പെരുകാവിനടുത്താണുള്ളത്. ഇവിടെ 60 ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന 4 ബെഡ്റൂമോട് കൂടിയതും 3 ബെഡ്റൂമോട് കൂടിയതുമായ വീടുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു. 4 ബെഡ്റൂമും 3 ബെഡ്റൂമും ടോട്ടൽ നോക്കുകയാണെങ്കിൽ 5 വീടുകൾ അവിടെ ഉള്ളത്. അതിൽ 68 ലക്ഷം രൂപ ചോദിക്കുന്ന വീടുമുണ്ട്. ഇവിടെ 19 വില്ലകൾ അടങ്ങുന്നൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. അതിൽ മിക്കുള്ള വീട്ടിലും സെയിലായിട്ടുണ്ട്. ഇനി ഏതാനും വീടുകൾ മാത്രമേ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടുകളുടെ കാഴ്ചകൾ കണ്ടുവരാം. അപ്പോൾ നമ്പർ 1, ഇത് 60 ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന 4 ബെഡ്റൂമോട് കൂടിയ വീടാണ്. ഇതിൻ്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ആണ്, കുറച്ചുകൂടെ ഫിനിഷിംഗ് വർക്കുണ്ട്. അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ വീട്ടിലേക്ക് പോകും. നമ്പർ 2, 60 ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന 3 ബെഡ്റൂമോട് കൂടിയ ഒരു കിടിലൻ വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റും കൊടുത്തിട്ടുണ്ട്. 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഫുള്ള് ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കീ എടുത്ത് ഡോർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് ഫിനിഷിങ് കൊടുത്ത ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് വരാം. അകത്തേക്ക് ഒരു ഫോയറിലേക്ക് വരുന്നത്. ഇവിടെ ആയിട്ട് ഫുള്ള് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൈവസി കിട്ടുന്ന ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്, വലിയൊരു TV കൊണ്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. പ്രത്യേകിച്ച് ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സെറ എന്ന ബ്രാൻഡാണ്. ഫുള്ള് മിററും കൊടുത്തിട്ടുണ്ട്, WBC പാനലും കൊടുത്തിരിക്കുകയാണ്. നല്ലൊരു ഓപ്പൺ കിച്ചൺ ആർച്ച് ചെയ്താൽ കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കിച്ചനാണ്. ഇവിടെ ആയിട്ട് ഫുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. ബാക്കി കബോർഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ ആയിട്ടാണ് ഫസ്റ്റ് റൂം വരുന്നത്. ഈ റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ്ഫുൾ റൂം തന്നെയാണ്. വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അലമാര ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്ന സെറയുടെ മെറ്റീരിയൽസ് മാത്രമാണ്. സെറയുടെ ഫിറ്റിംഗ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്ത് നല്ല ബ്രാൻഡ് മെറ്റീരിയൽ മാത്രമാണ്. ഇനി നമുക്ക് മുകളിൽ 2 ബെഡ്റൂമുകളുണ്ട്. അത് കൂടാതെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ബാൽക്കണി ഏരിയ. 2 ഹാങ് ലൈറ്റ് കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ 60 ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന 3 ബെഡ്റൂമോട് കൂടിയ ഒരു കിടിലൻ വീട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീട്ടിലേക്ക് പോകും. നമ്പർ 3, 60 ലക്ഷം രൂപയ്ക്ക് അത് സ്വന്തമാക്കാൻ പറ്റുന്ന 4 ബെഡ്റൂമോട് കൂടി ഒരു കിടിലൻ വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാം കിണറുണ്ട്. അതുകൂടാതെ വാട്ടർ കണക്ഷനുണ്ട്. ഫ്രണ്ട് ഡോറെല്ലാം തേക്കാൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ലിവിംഗ് ഏരിയയിലേക്ക് വരാം. അത് വിശാലമായിട്ട് ലിവിംഗ് ഏരിയയാണ്. 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ഇരിക്കുകയാണ്. വലിയൊരു TV കൊടുത്തിട്ടുണ്ട്. ഇവിടെ DB നോക്കുവാണെങ്കിൽ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന V-Guard എന്ന ബ്രാൻഡാണ്. അതുകൂടാതെ സ്വിച്ച് ബോർഡൊക്കെ നോക്കുവാണെങ്കിൽ ആങ്കർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ താഴെ 1 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ ആയിട്ട് വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള കിച്ചൺ തന്നെയാണ്. അതുകൂടാതെ വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് ഹുഡും കൊടുത്തിട്ടുണ്ട്. ക്രോംഡ് എന്ന ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് പ്രയാഗും വർമോറയും ആണ്. ഇവിടെ എല്ലാം 4x2 സൈസുള്ള ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വീടാണ്, എന്നാൽ പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു ബഡ്ജറ്റിൽ 60 ലക്ഷം രൂപയ്ക്ക് അകത്ത് 4 ബെഡ്റൂമോട് കൂടിയ നല്ലൊരു ക്വാളിറ്റി വീടാണ്. ഇതിനേക്കാളും മികച്ച വീട് കിട്ടില്ല എന്ന് പറയാം ഈ ഒരു ബഡ്ജറ്റിൽ. അപ്പോൾ നമുക്ക് നേരെ മുകളിൽ 3 ബെഡ്റൂമുണ്ട്. അതുകൂടാതെ ബാൽക്കണിയുണ്ട്. നേരെ ബാൽക്കണി കാഴ്ചയിലേക്ക് പോകും. ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ. ഇവിടെ ഇത് ഫ്രണ്ട് കാണുന്ന ഈ ജനലിലെ പാളികളെല്ലാം തേക്ക് തന്നെയാണ്. ഇതുകൂടിയാണ് അപ്സ്റ്റെയറിലേക്ക് പോകുന്നത്. അപ്പോൾ 60 ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കിടിലം ക്വാളിറ്റി വീടാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീട്ടിലേക്ക് പോകും. നമ്പർ 4, ഈ വില്ലയിലേക്ക് വരുമ്പോഴുള്ള ഫസ്റ്റ് വീടാണ്. 3 ബെഡ്റൂമോട് കൂടിയ വീടാണ്. 60 ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. ഇവിടെയും കിണറുണ്ട്. അതുകൂടാതെ വാട്ടർ കണക്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് ഒരു നല്ല ഡിസൈനിലുള്ള വിൻഡോസേ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിറ്റ് ഔട്ട് ചെറിയൊരു ഫോയറിലാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് ബോർഡെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് LES എന്ന ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ നമുക്കൊരു L ഷേപ്പിനാണ് ഇവിടെ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ലിവിംഗ് ഏരിയ വരുന്നത്. 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. സ്വിച്ച് ബോർഡ് ഇവിടുത്തെ DB ഒക്കെ നോക്കുവാണെങ്കിൽ ഫുള്ള് ഹാവൽസ് എന്ന ബ്രാൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബഡ്ജറ്റിലൊന്നും ഹാവൽസ് ബ്രാൻഡ് എവിടെയും കാണാറില്ല. ഫുള്ളി ഹാവൽസ് ആണ്. 3 ഫേസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് TV യൂണിറ്റ് ഏരിയ. പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുള്ള ഒരു വുഡ് രീതി കൊടുത്തിരിക്കുന്ന TV യൂണിറ്റ് ഏരിയയാണ്.
അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ശരിയൊരു പാർട്ടീഷനെ കൊടുത്തിട്ടാണ് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ ആണ്. അതുകൂടാതെ തന്നെ സെറയുടെ വാഷ് ബേസിൻ യൂസ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പൊക്കെ വിശാലമായിട്ടുള്ളൊരു വാഷ് ബേസിൻ ഏരിയ ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനും അല്ലെങ്കിൽ ഒരു പൂജാമുറിക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വയ്ക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുവാണെങ്കിൽ നല്ല സ്പേസുള്ള കിച്ചൺ തന്നെയാണ്. ഇവിടെയും ഫുൾ കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. സിങ്കും കാണാം. പുറകിലായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. ഇനി നമുക്ക് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ താഴത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു സ്പേസിലേക്കാണ് ബെഡ്റൂം വരുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നീറ്റായിട്ട് പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. യൂസ് ചെയ്യുന്ന സെറ എന്ന ബ്രാൻഡ് തന്നെയാണ് ഫോർമൽ ക്ലോസറ്റായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മുകളിൽ അതിവിശാലമായ റൂമുണ്ട്. അതുകൂടാതെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകും. ഇതാണ് ഈ ബാൽക്കണി ഏരിയ. 2 ഭാഗത്തേക്ക് കുറച്ചുകൂടെ സ്പേസ് ബോലെ സ്പേസ് കൊടുത്തിരിക്കുകയാണ്. മുകളിലായിട്ടും പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 60 ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന 3 ബെഡ്റൂമോട് കൂടിയ വീടാണ്. നല്ല ക്വാളിറ്റി വീടാണ്. അപ്പോൾ നമുക്ക് നേരെ 5ാമത്തെ വീട്ടിലേക്ക് പോകും. ഇതാണ് 5ാമത്തെ വീട്. 4 ബെഡ്റൂമോട് കൂടിയ വീടാണ്. 68 ലക്ഷം രൂപ ചോദിക്കുന്നു. ഇതിൽ കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് കൊണ്ട് മുറ്റം ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് പ്ലാന്റേഷനാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. ഇവിടെ ലെപ്പോത്ര ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഇവിടെ കറണ്ട് പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വെട്ടം അല്പം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഇവിടെ നേരെ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേസുള്ള ലിവിങ് ഏരിയ തന്നെയാണ്. നല്ലൊരു TV യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫുള്ള് WPC പാനലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മുകളിലെല്ലാം സീലിംഗ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിനൊക്കെ ഒരു ഗോൾഡൻ തീമിലുള്ള വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഓപ്പൺ കിച്ചണാണ്. അതുപോലെ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രസ്റ്റീജ് എന്ന ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത്. വർക്ക് ഏരിയ ചെയ്യാൻ സ്പേസ് ഉണ്ട്. ഇതെല്ലാം ലെപ്പോത്ര ഗ്രാനൈറ്റാണ്. താഴെ ഒരു ബെഡ്റൂമാണ്. അതുകൂടാതെ 3 ബെഡ്റൂം മുകളിലാണ്. ഈ ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതുകൂടാതെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ബ്രാൻഡെല്ലാം നമ്മൾ പാരി വെയറിൻ്റെയാണ് ക്ലോസറ്റും അതുപോലെ വാഷ് ബേസിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി 3 റൂമും 2 ബാൽക്കണി മുകളിലുണ്ട്. പിന്നെ ഇവിടെ വെട്ടം കുറവായതുകൊണ്ടാണ് മുകളിലോട്ട് പോകാത്തത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.